ഒന്നും വറുത്തതും പൊരിച്ചതും ഒന്നും കഴിക്കില്ല. വളരെ എങ്ങനെ ആർക്ക് വേണമെങ്കിലും ക്യാൻസർ വരാം. അപ്പോൾ ക്യാൻസർ അവയർനെസ് ആയിട്ട് നമ്മൾ തെരഞ്ഞെടുത്തിരിക്കുന്ന ഒരു മാസം ഫെബ്രുവരി ആയിരുന്നു. ഫെബ്രുവരി 4-ാം തീയതിയാണ് ക്യാൻസർ അവയർനെസ് ഡേ. അപ്പോൾ ക്യാൻസർ അവയർനെസ് ഡേയുടെ ഒരു പ്രധാനപ്പെട്ട ആശയം തന്നെ എന്താന്ന് വെച്ചാൽ, ഏത് തരം ക്യാൻസർ ആണെങ്കിലും അത് ഏർലി സ്റ്റേജിൽ ഡിറ്റക്ട് ചെയ്യുക എന്നുള്ളതാണ്. പ്രൈമറി സ്റ്റേജിൽ ഡിറ്റക്ട് ചെയ്യുക. നമ്മുടെ ചെറിയ സിംറ്റംസ് പോലും നമ്മൾ അവഗണിക്കാതെ ഏത് ക്യാൻസർ ആണെങ്കിലും ഏർലി സ്റ്റേജിൽ ഡിറ്റക്ട് ചെയ്യുക, കറക്റ്റായിട്ട് അതിൻ്റെ ഡയഗ്നോസ്റ്റിക് ടെസ്റ്റുകൾ ചെയ്യുക, എന്നിട്ട് കറക്റ്റ് ഹാൻഡുകളിൽ ആ പേഷ്യൻറ്റിനെ എത്തിക്കുക. ആ പേഷ്യൻറ്റിനെ ആ ഒരു പർട്ടിക്കുലർ പേഷ്യൻറ്റിന് ഒരു പ്രോപ്പർ ആയിട്ടുള്ള ഒരു ട്രീറ്റ്മെൻറ്റ് കൊടുക്കുക. ഈ 3 ആശയങ്ങളാണ് ക്യാൻസർ അവയർനെസ് പ്രോഗ്രാം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇപ്പം നമ്മൾ ക്യാൻസർ വരാതിരിക്കാനായിട്ട് പുക വലിക്കരുത്, മദ്യപിക്കരുത്, പിന്നെ എന്താ പറയുക, സൺലൈറ്റ് നേരെ അടിക്കരുത്, പച്ചക്കറികൾ കൂടുതൽ കഴിക്കണം, പോത്തിറച്ചി തിന്നരുത്, പൊറോട്ട തിന്നരുത്, അങ്ങനെ പല കാര്യങ്ങളും നമ്മൾ പറയും. എങ്കിലും അതിനൊന്നും ഒരു ശാസ്ത്രീയ വശമില്ല. ശാസ്ത്രീയമായിട്ട് പറയുമ്പോൾ കൂടുതലും ജനറ്റിക് പ്രീഡിസ്പോസിഷനാണ്. പാരമ്പര്യത്തിന് വലിയൊരു പങ്കുണ്ട്. അതായത് നമ്മുടെ വീട്ടിൽ ആർക്കെങ്കിലും ഇപ്പോൾ നമ്മുടെ അമ്മയ്ക്കോ നമ്മുടെ സഹോദരങ്ങൾക്കോ ആർക്കെങ്കിലും ബ്രസ്റ്റ് ക്യാൻസർ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവിടുത്തെ സഹോദരികള്, സിബ്ലിങ്സ്, അതായത് ഇപ്പൊ ചേച്ചിക്ക് ഉണ്ടെങ്കിൽ അനിയത്തിക്ക് ഉണ്ടെങ്കിൽ അവരുടെ അനിയത്തി, അമ്മയ്ക്ക് ഉണ്ടെങ്കിൽ അവരുടെ മകള്, അങ്ങനെ അവര് കൃത്യമായിട്ട് സ്ക്രീനിങ് പ്രോഗ്രാമിൽ കൂടെ പോകണം. സ്ക്രീനിങ് ആണ് പ്രധാനം. ആർക്കൊക്കെ ക്യാൻസർ ഉണ്ട്, ആർക്കൊക്കെ ക്യാൻസർ ഇല്ല, അത് സ്ക്രീനിങ് പ്രോഗ്രാമുകളാണ്. ചെയ്യേണ്ടത് ഒരു മിററിന്റെ മുന്നിൽ നിന്നിട്ട് നമ്മൾ നനഞ്ഞ കൈയാണ് നല്ലത്. നമ്മുടെ ബ്രസ്റ്റ് നമ്മൾ തോർത്തുന്നതിന് മുന്നേ ബ്രസ്റ്റ് നനഞ്ഞതായിരിക്കാം, നമ്മുടെ കൈയും നനഞ്ഞതായ നല്ലതാണ്. നമ്മൾ ഇങ്ങനെ ഈ 12 o'clock പൊസിഷനിൽ ഇങ്ങനെ അമർത്തി നോക്കുക. അതാണ് സെൽഫ് ബ്രസ്റ്റ് എക്സാമിനേഷൻ. താങ്ക് യു. എന്തായാലും കോപ്പറേറ്റ്